കുറെ സൂക്ഷ്മജീവികളുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ബ്രസ്റ്റ് മിൽക്ക് ഉറ്റിച്ച് എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ മറ്റു എക്സ്പെരിമെന്റിൽ ചെയ്ത പോലെ തന്നെ കുറേ സൂക്ഷ്മജീവികളുള്ള കുറച്ച് വെള്ളം നമ്മൾ സ്ലൈഡിൽ വെച്ച് നോക്കുമ്പോൾ ഈ കാഴ്ചയായിട്ട് കാണുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മൈക്രോബ്സ് അതിൽ നീന്തി കളിക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ ഡെറ്റോള്, സാനിറ്റൈസർ, ബ്ലഡൊക്കെ ഒറ്റിച്ചില്ല, അതേപോലെ ഇവരുടെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കുറച്ച് ബ്രസ്റ്റ് മിൽക്ക്, മുലപ്പാൽ ഉറ്റിച്ച് നോക്കുമ്പോൾ ഇവർക്ക് എന്താ സംഭവിക്കണമെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ബ്രസ്റ്റ് മിൽക്ക് അതിലേക്ക് ഉറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. നമ്മൾ ഇന്നലെ കണ്ട പോലെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആ ബബിൾ പോലെയുള്ള പാർട്ടികൾ കണ്ട അങ്ങനെ വെള്ളത്തിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് ലൈവായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ അടിയിൽ മൈക്രോബ്സ് നീന്തി കളിക്കുന്നതും കാണാം കേട്ടോ. ഇത് ആ ബ്രസ്റ്റ് മിൽക്ക് എത്താത്ത കുറച്ച് പാർട്ടിലുള്ള മൈക്രോബ്സ് നല്ല ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു എക്സ്പെരിമെൻറ്റിലെ പോലെ ഉടനെ തന്നെ ഈ മൈക്രോബ്സ് ഒന്നും ചാവുന്ന കാഴ്ച നമ്മൾ ഇതിൽ കാണുന്നില്ല കേട്ടോ. പക്ഷെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഒറ്റ മൈക്രോബ്സിന് നമുക്ക് ജീവനോടെ കാണുന്നില്ല കേട്ടോ. ഇതുവരെ ഓടി കളിച്ചിരുന്ന ഈ സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ മൈക്രോബ്സിന് ജീവനോടെ കാണുന്നില്ല കേട്ടോ. ഇതിനി ബ്രസ്റ്റ് മിൽക്കിന്റെ പവർ കൊണ്ട് ഇവർ ചത്തുപോയതാണോ അതോ അവരെ നിൽക്കുന്ന വെള്ളത്തിലേക്ക് വേറൊരു ദ്രാവകം വന്നതുകൊണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തതാണോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ആ സ്ലൈഡ് കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ, എവിടെയും ജീവനുള്ള ഒന്നിനെയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. മറ്റുള്ള എക്സ്പെരിമെന്റ് പോലെ തന്നെ ഇതിലും മൈക്രോബ്സ് ഒക്കെ ചത്തു പോകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. പറ്റിയ നമ്മൾ എന്തായാലും ഇതുപോലെ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോളിട്ടാ.